പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം സങ്കീർത്തനങ്ങൾ 23-4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നാം നടന്നാലും നാം ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. യഹോവയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവൻ എന്നെ പച്ചയായ പുൽപ്പറങ്ങളിൽ നടത്തുന്നു. അനുഭവസ്ഥനായിരുന്ന ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു സങ്കീർത്തനം. പ്രിയമുള്ളവരെ, യഹോവ നല്ല ഇടയൻ. ആ ഇടയനെ ആശ്രയിക്കുകയും ഇടയൻ്റെ പാതയിൽ നടക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാട്, ഒരു ഭക്തൻ ആണോ നാം? നിശ്ചയമായും പച്ചയായ പുൽപ്പറങ്ങളിൽ യഹോവ നമ്മെ നടത്തും. ദേശത്ത് പ്രതികൂലങ്ങൾ കേൾക്കുമ്പോഴും രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോഴും തൻ്റെ ഭക്തന്മാരെ യഹോവ കാത്തു പരിപാലിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടി ദുഷ്ടമൃഗങ്ങളും അന്യജീവികളും ശത്രുക്കളും കടന്നു വന്ന് പിടിച്ചുകൊണ്ടുപോകാതിരിക്കാൻ ഒരാടിനെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് വടി ഉപയോഗിക്കുന്നത്. കോലോ അതൊരു പ്രൊവിഷനാണ്. എന്ന് വെച്ചാൽ ആടിനാവശ്യമായ ആഹാരം വൃക്ഷത്തിൻ്റെ ഇലകളൊക്കെയാണല്ലോ, ആ ഇലകളെ ചായച്ചു കൊടുക്കുവാൻ, ആഹാരം കയ്യെത്താകുന്ന ദൂരത്ത് കൊണ്ടെത്തിച്ചു കൊടുക്കുവാൻ ഉള്ള കോല്, വൃക്ഷത്തിൻ്റെ ഇലകളെയൊക്കെ ചായച്ച് കരങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു അനുഭവം. ഇത്ര നല്ല സ്നേഹിതനായ, ഇത്ര നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറയുന്നു, ഞാൻ നല്ല ഇടയൻ. ആ നല്ല ഇടയനായ ക്രിസ്തു തൻ്റെ ആടുകളായ ജനത്തിനു വേണ്ടി തൻ്റെ ജീവനെ കൽവരി ക്രൂശിന്മേൽ ഒരു യാഗമായി അർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്താൽ നാമും ഈ കർത്താവിൻ്റെ കൈക്കിലെ ആടുകളായി മാറും. ഈ ആടുകൾ, നാം അവൻ്റെ കൈക്കിലെ ആടുകളായെങ്കിൽ നമ്മെക്കുറിച്ചുള്ള സകല വിചാരങ്ങളും ദൈവത്തിൻ്റെതാണ്. നമ്മുടെ സകല വഴികളെയും യഹോവ സൂക്ഷിക്കും. അതുകൊണ്ട് പ്രിയരെ, ഭാരപ്പെടേണ്ട. കൂരിരുൾ താഴ്വരയിലാണോ ഇപ്പോഴത്തെ നടപ്പ്? പ്രതികൂലങ്ങളാലും പ്രതിസന്ധികളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ഭയത്താലും യുദ്ധഭീതികളാലും ഇങ്ങനെ തുടങ്ങി അനവധിയായ കൂരിരുണ്ട താഴ്വരയിൽ നാം നടക്കുമ്പോൾ യഹോവയായ ദൈവം ഇന്ന് രാവിലെ സമയം വാഗ്ദാനം ചെയ്യുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നു. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കർത്താവിൽ ചാരുവാൻ, ഈ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ, നല്ല ഇടയനായ യേശുവിനെ നമ്മുടെ ഇടയനും നാഥനുമായി, ഇടയ ശ്രേഷ്ഠനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, സർവശക്തിയുള്ള ദൈവമാണ്. യഹോവയിൽ ആശ്രയിക്കാം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിൽ നിന്ന് പ്രാപിക്കും, ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.